എന്താണ് IP ഐസൊലേഷൻ അല്ലെങ്കിൽ AP ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഫേമിലൊക്കെ ചെല്ലുമ്പോൾ അവരോട് പറയുകയാണ് നിങ്ങളോട് IP ഐസൊലേറ്റ് ചെയ്ത് വെക്കണം. അതായത് ഇന്ന നെറ്റ്വർക്കിൽ വരുന്ന IP കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, അത് ഐസൊലേറ്റ് ചെയ്ത് തരണം, അല്ലെങ്കിൽ ഇത് APനെയൊക്കെ ഐസൊലേറ്റ് ചെയ്ത് ഇടണം, അതായത് ആക്സസ് പോയിൻറ്റ്സിനെ ഐസൊലേറ്റ് ഇടണം എന്നൊക്കെ നമുക്ക് ഓഫീസിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ പറഞ്ഞെന്ന് വരാം. അതായത് നിങ്ങളൊരു ജോലി കിട്ടിയോടെ ചെല്ലുമ്പോൾ ഐസൊലേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എന്താണ് ഈ ഡിവൈസുകൾ ഐസൊലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആക്സസ് പോയിൻറ്റുകൾ ഐസൊലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിപ്പോൾ നമ്മുടെ ആ ഓഫീസിലെ മോഡം, ആ മോഡത്തിൽ നിന്ന് ഒരു നെറ്റ്വർക്ക് സ്വിച്ചിലോട്ട് വന്നിരിക്കുന്നു. ആ സ്വിച്ചിൽ നിന്ന് ഈ പറഞ്ഞ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് കമ്പ്യൂട്ടർ തന്നെ വേണമെന്നില്ല കേട്ടോ, അത് മൊബൈലായാലും എല്ലാം കണക്ക് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വരച്ചേക്കുന്നത് ആ ഒരു കമ്പ്യൂട്ടറാണെന്ന് മാത്രം. അപ്പോൾ ഈ ഓരോ കമ്പ്യൂട്ടറിലോട്ടും ഈ ഒരു ലാൻ വഴി കണക്ട് ചെയ്തേക്കാന്ന് നോക്കിയാൽ അതിനെല്ലാം വയർലെസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളാണ്, അതായത് ഈ മോഡത്തിൽ നിന്നും കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ നമുക്ക് ഈ ഒരു IP ഐസൊലേഷൻ അല്ലെങ്കിൽ AP ഐസൊലേഷൻ ഇതെല്ലാം മോഡത്തിൽ അല്ലെങ്കിൽ റൗട്ടറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒട്ടുമിക്ക എല്ലാ റൗട്ടറുകളിലും, ഇപ്പോൾ TP ലിങ്കിൻ്റെ ഒട്ടുമിക്ക എല്ലാ റൗട്ടറുകളിലും ഉണ്ട്. അതുപോലെ ഒട്ടുമിക്ക എല്ലാ റൗട്ടറുകളിലും ഉണ്ടാവും ഈ ഒരു IP ഐസൊലേഷൻ അല്ലെങ്കിൽ ഒരു AP ഐസൊലേഷൻ മോഡ് ഉണ്ടാവും. അത് ഈ IP ഐസൊലേഷൻ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ, അതായത് ഈ മോഡത്തിൽ നിന്ന് കണക്റ്റായി നമുക്ക് ഇതൊരൊറ്റ നെറ്റ്വർക്കാണ്. അതായത് ഈ ഒരു മോഡത്തിൻ്റെ ഈ ഒരു നെറ്റ്വർക്കാണ്. ഇതെല്ലാം ഈ ഒരു ഒറ്റ നെറ്റ്വർക്കാണ്. ഓക്കെ, ഇതെല്ലാം ഒരു ഒറ്റ നെറ്റ്വർക്കാണ്. ഇതൊരു ലാനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൽ എല്ലാ ഡിവൈസിനും, ഇപ്പോൾ ഈ ഒരു ഡിവൈസിന് ഈ 1, 2, 3, 4, 5 ഈ 5 ഡിവൈസ് ഉണ്ട്. ഈ 5 ഡിവൈസിനും അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ ഡിവൈസുകളും തമ്മിലും അങ്ങാടും ഇങ്ങാടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അധികം തലപോയേണ്ട. അതായത് നമ്മളിപ്പോൾ ഫയൽ ഷെയറിങ് ആയാലും അതെന്തായാലും നമുക്ക് സിമ്പിളായിട്ട് കാണാവുന്നൊരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഈ ഡിവൈസുകൾ, നെറ്റ്വർക്കിൽ വരുന്ന ഡിവൈസുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിന് സാധിക്കും. അപ്പോൾ ഈ ഒരു ത്രെട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ത്രെട്ട് വന്നു, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ ഒരു ത്രെട്ട് വന്നു, അപ്പോൾ ഇത് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇപ്പുറത്തെ സിസ്റ്റത്തിലോട്ട്, അത് നെറ്റ്വർക്കിൽ കയറി എന്ന് പറഞ്ഞ് ഈ ഒരു സിസ്റ്റത്തിലോട്ട് ആക്സസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിൽ വരുന്ന ബാക്കി സിസ്റ്റങ്ങളിലോട്ട് ആക്സസ് ചെയ്യാനോ ആ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഉപയോഗിക്കുന്ന ആൾക്ക് കഴിയില്ല. അപ്പോൾ ഈ ഒരു ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ IP ഐസൊലേഷൻ, അതായത് IP ഐസൊലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ റൗട്ടറിൽ ആ ഒരു IP ഐസൊലേഷൻ മോഡ് ഓൺ ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഡിവൈസുകൾക്കൊന്നും അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ആ ഒരു നെറ്റ്വർക്ക് ആണെന്ന് പറഞ്ഞ് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കില്ല. അതാണ് ഈ IP ഐസൊലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് AP ഐസൊലേഷൻ? AP ഐസൊലേഷനും അതുപോലെ തന്നെയാണ് വരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഈ ഒരു 2 സ്ഥലത്തോട്ട് വരുന്നത്, നമുക്ക് ഇവിടെ 2 AP വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു ആക്സസ് പോയിൻറ്റ്, ഇവിടെ ഒരു ആക്സസ് പോയിൻറ്റ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ആക്സസ് പോയിൻറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ 2 സ്ഥലത്തും ആക്സസ് പോയിൻറ്റ് AP വെച്ചിട്ടുണ്ട്. AP 2 സ്ഥലത്തും ആക്സസ് പോയിൻറ്റ് വെച്ചിട്ടുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ആക്സസ് പോയിൻറ്റ് വഴി വൈഫൈയിലാണ് ഇത് രണ്ടും കണക്ട് ചെയ്തേക്കണമെന്ന് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ AP ഐസൊലേഷൻ ഓൺ ചെയ്യുമ്പോൾ, അതായത് AP ഐസൊലേഷൻ, ആക്സസ് പോയിൻറ്റ് ഐസൊലേഷൻ, AP ഐസൊലേഷൻ ഓൺ ചെയ്യുമ്പോൾ ഇതിൽ നിന്നും വന്നിട്ട് ഈ ഒരു APകൾ, അതായത് ഈ ഒരു AP സെപ്പറേറ്റ് ഒരു നെറ്റ്വർക്ക് ആകുകയും ഈ ഒരു IP സെപ്പറേറ്റ് നെറ്റ്വർക്ക് ആകുകയും ചെയ്യും. അപ്പോൾ അപ്പോഴും ഈ ഒരു IPയിൽ വരുന്ന ഡിവൈസുകൾക്ക് അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ അപ്പുറത്തെ IPയിൽ വരുന്ന ഈ ഒരു IP ആയിട്ട്, ഈ ഒരു കമ്പ്യൂട്ടറുകളായിട്ട് ഈ കമ്പ്യൂട്ടറിന്, ഈ APയിൽ വരുന്ന കമ്പ്യൂട്ടറുകളായിട്ട് ഇപ്പുറത്തെ APയിൽ വരുന്ന കമ്പ്യൂട്ടറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അപ്പോഴും AP ബേസ്, അതായത് APനെ വെച്ച് നമ്മളതിനെ എന്ത് ചെയ്തു, ഐസൊലേറ്റ് ചെയ്തു. അതായത് ഈ ഒരു AP വഴി കണക്ട് ചെയ്യുന്ന ഡിവൈസുകളെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തു, ഈ ഒരു AP വഴി കണക്ട് ചെയ്യുന്ന ഡിവൈസുകളെ ഐസൊലേറ്റ് ചെയ്തു. അപ്പോൾ അതാണ് ഈ IP ഐസൊലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ആ റൗട്ടറിൽ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീടുള്ള കോൺഫിഗറേഷൻ്റെ സെക്ഷനിലോട്ട് നമ്മൾ കിടക്കുമ്പോൾ അതെല്ലാം പഠിക്കാം. ഒട്ടുമിക്ക എല്ലാ ഡിവൈസുകളുടെയും കോൺഫിഗറേഷൻ നമ്മൾ ചെയ്യും. അപ്പോൾ ആദ്യം ഒരു ട്യൂട്ടോറിയൽ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആയിട്ട് നമുക്ക് ആ ഒരു കോൺഫിഗറേഷനിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് സംഭവം. അതായത് ഈ ഒരു IP ഐസൊലേറ്റ് ചെയ്യുക, അതായത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറക്കുക എന്നുള്ളത്. ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗട്ടറിൽ തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ ഫയർവാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫയർവാളിലുണ്ടാവും ഈ ഒരു ഓപ്ഷൻസ്. അങ്ങനെ എല്ലായിടത്തും ആ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ ഇത് കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടണം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ഓഫീസിലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടാക്കലുകൊണ്ട് ശരിക്കും ഉപയോഗമല്ല. നമുക്ക് ശരിക്കും ഒരു ഉപയോഗം ഉണ്ടാകില്ല. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒരു ഓഫീസിലെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു ഫയൽ ഷെയറിങ്ങിനാണെങ്കിലും അല്ലെങ്കിലും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ത് കാര്യത്തിനാണെങ്കിലും, ഇപ്പോൾ സോഫ്റ്റ്വെയറിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വേറെ പല സ്ഥലങ്ങളിൽ, അതായത് ഒരു ഹോട്ട്സ്പോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഹോട്ട്സ്പോട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ എല്ലാവരും ഒരു ലാർജ് ഏരിയയിൽ വരുന്ന ആൾക്കാരൊക്കെ കൂടി നമ്മുടെ ആ ഒരു APയിലോട്ട് കണക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിലോട്ട് വരുമ്പോൾ ഇതുപോലത്തെ ഐസൊലേഷൻ നല്ലതാണ്. API ഐസൊലേഷൻ ചെയ്ത് ഓരോരോ AP വരുമ്പോൾ ഓരോരോ IPനെ ഐസൊലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ആ ഒരു ത്രെട്ട് നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഹാക്കർ ഒരു ത്രെട്ട് നടക്കണമെങ്കിൽ ഇവർക്ക് നേരെ ഇപ്പുറത്തെ APയിൽ കണക്ട് ചെയ്തവരെങ്കിലും അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു APയിൽ വരുന്ന ആൾക്കാരെ മാത്രമേ അവർ ട്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. API ഐസൊലേഷൻ ആണെങ്കിൽ, IP ഐസൊലേഷൻ ആണെങ്കിൽ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ഐസൊലേറ്റ് ആവും. പക്ഷേ നോർമലി API ഐസൊലേഷനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ API ഐസൊലേഷനിലും ഈ ഒരു APയിൽ വരുന്നവരെങ്കിലും അറ്റ്ലീസ്റ്റ് സേഫ് ആക്കാനായിട്ട് ഈ ഒരു API ഐസൊലേഷൻ കൊണ്ട് സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ ഈ ഒരു IP ഐസൊലേഷൻ അല്ലെങ്കിൽ API ഐസൊലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഐസൊലേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊരു ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഈ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറായിട്ടൊക്കെ കിട്ടുമ്പോൾ ഇതുപോലത്തെ ഒരു ഐസൊലേഷൻ്റെ സംഭവമൊക്കെ വരികയാണെങ്കിൽ റൗട്ടറിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തപ്പി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതെന്താണ് സംഭവം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് ആ ഒരു IP ഐസൊലേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു സംഭവമാണ്.